ഫയർമാൻ ആയിരുന്ന ആശിഷ് ദാസിന് ശരിക്കും ഒരു സിവിൽ സർവീസ് ചിന്ത എങ്ങനെയാണ് വന്നത്? ഇത് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു സ്റ്റോറിയാണ്. അപ്പം പല ആളുകൾക്കും കുട്ടിക്കാലം മുതലേ തോന്നിയിട്ടുള്ള ആഗ്രഹമായിരിക്കും ഇങ്ങനെ ആകണമെന്ന് തോന്നിയിട്ടുണ്ടാകും. ചിലർക്ക് ഏതെങ്കിലും സിവിൽ സർവൻസിനെ കണ്ടിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ അവരുടെ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കാം. എനിക്ക് അങ്ങനെയൊന്നുമല്ല. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് സ്വപ്നങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഒരു പോയിന്റിൽ ഫയർഫോഴ്സിൻ്റെ എക്സാം ക്ലിയർ ചെയ്യുന്നു. ഞാനത് പഠിക്കാതെയാണ് പോയി എക്സാം എഴുതുന്നത്, പി എസ് സി എക്സാം. അതായത് എൻ്റെ ചേട്ടൻ്റെ എൻ്റെ സുഹൃത്തിൻ്റെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് എക്സാമിന് അപ്ലൈ ചെയ്യുന്നത്. ഹോൾ ടിക്കറ്റ് പോലും അവരാണ് എടുത്തിട്ട് എന്നെ രാവിലെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിടാ മര്യാദയ്ക്ക് പരീക്ഷയ്ക്ക് പോകും എന്ന് പറഞ്ഞിട്ട് അവരാണ് പരീക്ഷയ്ക്ക് പറഞ്ഞു വിടുന്നത്. പറഞ്ഞു വിടുമ്പോൾ എൻ്റെ ചേട്ടനൊരു ഉപദേശം നിന്നിരുന്നു, ഈ കണ്ടമാനം കറക്കി കുത്തരുത്. ഒരു 50 മാർക്ക് നിനക്ക് കിട്ടും എന്ന് തോന്നിക്കഴിഞ്ഞാൽ നീ അവിടെ വെച്ച് നിർത്തണം, അതിന് മുകളിലോട്ട് നീ മാർക്ക് ചെയ്യരുത്. പുള്ളി അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുറേ കറക്കി കുത്തി, എത്രയാണ് എന്നെനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആ ലിസ്റ്റിൽ അവസാനത്തെ ആളായിട്ടാണ് ഞാൻ ആ ലിസ്റ്റിൽ വീഴുന്നത്. അതായത് ഒരു 0.33 മാർക്ക് കുറവായിരുന്നെങ്കിൽ ഞാൻ ആ ലിസ്റ്റിൽ വീഴില്ലായിരുന്നു. ഞാൻ ഗവൺമെൻറ് ജോലിയെക്കുറിച്ച് പിന്നെ ചിന്തിക്കത്തേയില്ല. അപ്പോൾ എനിക്ക് പഠിക്കാതെ കിട്ടിയ ജോലിയാണ് ഫയർഫോഴ്സിലെ ജോലി. അപ്പോൾ ഞാൻ ആ ഫയർ അക്കാഡമിയിലോട്ട് കയറുമ്പോഴത്തേക്ക് അവിടുത്തെ ഏറ്റവും മണ്ടൻ ഞാനാണ്, ഏറ്റവും വലിയ മണ്ടൻ ഞാനാണ്. കാരണം ബാക്കിയുള്ളവർക്കെല്ലാവരും PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. PSC പഠിച്ച് വർഷങ്ങളോളം പഠിച്ചിട്ട് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കുറച്ചു കാലം പഠിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു വിവരം ഉണ്ടായാണ്, ഇവരെന്തെങ്കിലും പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. എനിക്കൊന്നും അറിയത്തില്ല, അവർ പറയുന്ന കാര്യങ്ങൾ അവരുടെ ഭാഷയെ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ 523 പേര് ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യുന്നു. 523ാമത്തെ ആളായിട്ടാണ് ഞാനവിടെ ചെല്ലുന്നത്. അപ്പോൾ അവിടെ ഒരു പരീക്ഷയുണ്ട്. അപ്പോൾ ആ ഫയർഫോഴ്സിൻ്റെ അന്നത്തെ പ്രത്യേകത, ഫയർഫോഴ്സ് ഒരു ടെക്നിക്കൽ എക്സാമാണ്, ഒരു ടെക്നിക്കൽ കോഴ്സായിട്ടാണ് അന്ന് കരുതിയിരുന്നത്. അപ്പോൾ PSCയുടെ സീനിയോറിറ്റി അല്ല ഫയർഫോഴ്സിനുള്ളത്. അപ്പോൾ ഫയർഫോഴ്സ് അക്കാഡമിയിലൊരു ട്രെയിനിങ് നടത്തും. ആ ട്രെയിനിങ്ങിൽ അവസാനം ഒരു പരീക്ഷ നടത്തും. ആ പരീക്ഷയിൽ ആർക്കാണോ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നത് അതിൻ്റെ സീനിയോറിറ്റി, അതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ ബേസിസിലാണ് ഫയർഫോഴ്സിൻ്റെ സീനിയോറിറ്റി തീരുമാനിക്കുന്നത്. പിന്നീടുള്ള പ്രൊമോഷനും പോസ്റ്റിങ്ങുകളും കാര്യങ്ങളും എല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ മണ്ടൻ പരീക്ഷ എന്നാണ് എല്ലാവരും പറയപ്പെടുന്നത്. എല്ലാവരും പാസ്സാവും. ഇതാണ് ആ എക്സാമിൻ്റെ പ്രത്യേകത. പാസ്സായില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ബാച്ചിൻ്റെ കൂടെ ട്രെയിനിങ് ചെയ്യുന്ന ബാച്ചിൻ്റെ കൂട്ടത്തിൽ ഈ എക്സാം എഴുതി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മുമ്പോട്ട് പോകുള്ളൂ. അപ്പോൾ ഇതാണ്. അപ്പോൾ അവിടെ അന്ന് ബൈജു എന്ന് പറയുന്നൊരു സാറുണ്ട്, പുള്ളി മരിച്ചുപോയി. അപ്പോൾ പുള്ളി പറയും, ശരിയാണ്, മണ്ടൻ പരീക്ഷയാണ്, പക്ഷേ നമ്മൾ എന്ത് കാര്യം എഴുതുമ്പോഴും ചെയ്യുമ്പോഴും നമ്മുടെ സിഗ്നേച്ചർ അതിനകത്ത് പതിയണം. സിസ്റ്റം എന്തും ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ സിഗ്നേച്ചർ അതിനകത്ത് പതിഞ്ഞാൽ നന്നായിരിക്കും എന്ന് പുള്ളി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി, കൊള്ളാം, പഠിച്ചിട്ട് എഴുതി കഴിഞ്ഞാലോ. അപ്പോൾ PSC ലെവൽ വെച്ചിട്ട് ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും അവസാനത്തെ റാങ്ക് മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ എല്ലാവരും ഒന്നേന്ന് പഠിക്കുന്നൊരു കോഴ്സ്, അപ്പം ആർക്കും അതിന് മുമ്പ് പരിചയമില്ല. അങ്ങനെ ഒരു കോഴ്സിൽ പരീക്ഷ എഴുതുമ്പോഴത്തേക്ക് ദർ ഇസ് ലെവൽ പ്ലേയിങ് ഫീൽഡ്. അപ്പോൾ ലെവൽ പ്ലേയിങ് ഫീൽഡിൽ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്രത്തോളം ഇവരിൽ നമ്മൾ കോമ്പീറ്റൻ്റ് ആണ് എന്ന് നമുക്കറിയാൻ പറ്റും. അങ്ങനെ ഞാൻ ആത്മാർത്ഥമായിട്ട് പഠിച്ച് നന്നായിട്ട് എഴുതാമെന്ന് വിചാരിച്ചു. അപ്പോൾ എക്സാമിൻ്റെ സമയമൊക്കെ എടുത്തപ്പോഴത്തേക്ക് അവിടുത്തെ ഫാക്കൽറ്റി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കോപ്പി അടിച്ചു, ഓക്കെ ഞങ്ങൾ കണ്ണടയ്ക്കാം. എന്നെ അത്യാവശ്യം നന്നായിട്ട് വിഷമിപ്പിച്ചു, കാരണം ഞാൻ പഠിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഈ ഒരു ചലഞ്ചിനെ നമുക്കെങ്ങനെ ഓപ്പർച്യൂണിറ്റിയാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഈ കോപ്പി അടിക്കുന്ന ഒരാളെയും പഠിക്കുന്ന ഒരാളെയും പഠിച്ചിട്ട് പരീക്ഷ എഴുതുന്ന ഒരാളെയും തമ്മിൽ ഫാക്കൽറ്റിക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? പേപ്പർ വാല്യുവേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. നന്നായിട്ട് പഠിക്കുന്ന ചെറിയ ടെക്സ്റ്റാണ്, ഒരു 200 പേജിൻ്റെ ഒരു ടെക്സ്റ്റാണ്, അതിനെ 4 സബ്ജക്റ്റായിട്ട് തിരിച്ചുകൊണ്ടാണ് ഈ പരീക്ഷ നടത്തുന്നത്. അപ്പോൾ കോപ്പി അടിക്കുന്ന ഒരാളെയും നന്നായിട്ട് പഠിച്ചെഴുതുന്ന ഒരാളെയും ഇവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ പേപ്പർ വാല്യുവേറ്റ് ചെയ്യുന്ന ആളുകൾക്കറിയാം, ഇത് എല്ലാം കോപ്പി അടിച്ചിട്ട് എല്ലാം ഒരേപോലെ, ഒരമ്മ പ്രസവിച്ച മക്കളെ പോലെ 520 പേപ്പർ ഏതാണ്ട് ഒരേപോലെ ഇരിക്കും. അപ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം? ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഒരു ആൻസറും ടെക്സ്റ്റിൽ കിടക്കുന്ന പോലെ എഴുതിയില്ല. ഞാനെല്ലാം എൻ്റെ ലാംഗ്വേജിൽ മാറ്റി എഴുതി എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തു. കോപ്പി അടിക്കുന്ന ഒരാൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യത്തില്ല, അതിനുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ ഞാൻ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തു, എല്ലാം എൻ്റെ ഭാഷയിലാണ് എഴുതിയത്. ഓർഡറുകളെല്ലാം ഞാൻ ഷഫിൽ ചെയ്ത് എഴുതി. അത് വായിക്കുന്ന ഒരാൾക്കറിയാം ഞാൻ പഠിച്ചിട്ട് എഴുതിയതാണ്, അവൻ്റെ മനസ്സിൽ നിന്ന് എഴുതിയതാണ്. അങ്ങനെ 523 പേര് എഴുതിയ പരീക്ഷയിൽ എനിക്ക് 1ാം റാങ്ക് കിട്ടി. അപ്പോൾ അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു ആഭ്യന്തരമന്ത്രി. ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് അവിടുത്തെ ബെസ്റ്റ് ഇൻഡോർ കേഡറ്റിനുള്ള അവാർഡ് അവിടെ വെച്ചിട്ട് ഞാൻ സ്വന്തമാക്കി. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇങ്ങനെ വിളിച്ച് പറയും,
അപ്പോൾ എൻ്റെ അമ്മ ഈ സ്കൂളിലെ ഹെൽപ്പറായിരുന്നു, ക്ലീനറായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ ഗൾഫിൽ ഒരു ആടുജീവിതത്തിലേക്ക് പോലെ, അന്ന് NRI എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര വെയിറ്റ് ആയിരുന്നു. ഇപ്പോഴാണ് റിയാലിറ്റി ആളുകൾക്ക് മനസ്സിലാകുന്നത്. ഇതുപോലൊരു അറബിയുടെ തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ അവർക്ക് എത്രത്തോളം മക്കളെ ഒരു പ്രിവിലേജ് കൊടുക്കാൻ പറ്റും, അവർ എത്ര കോമ്പിറ്റൻ്റ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാൾ എവിടം വരെ വരും എന്ന ആളുകൾ ചിന്തിക്കും. അപ്പോൾ ഒരു പക്ഷേ അന്നായിരിക്കാം ആദ്യമായിട്ട് ഞാൻ ഇവരുടെയൊക്കെ മുഖത്ത് അഭിമാനം കാണുന്നത്.